കോർപ്പറേറ്റ് അനൗൺസ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്ന ചില സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിശോധിക്കുന്നത്. ഒന്നാമത്തേത് കിറ്റക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡ്. കിറ്റക്സ് കഴിഞ്ഞ ദിവസം 5% ഇടിഞ്ഞ് 797 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 5000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 53.07, ഡിവിഡൻഡ് ഈൽഡ് 0.19%, 52 വീക്കായി 886, 52 വീക്കിലോ 177. കിറ്റക്സ് 2:1 എന്ന റേഷ്യോയിൽ ബോണസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിറ്റക്സിൻ്റെ ഓരോ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും 2 ഷെയറുകൾ ബോണസായി ലഭിക്കും. ബോണസിൻ്റെ റെക്കോർഡ് ഡേറ്റ് അപ്കമിംഗ്. രണ്ടാമത്തേത് ഗാർവെയർ ടെക്നിക്കൽ ഫൈബർ ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 6% ഇടിഞ്ഞ് 4300 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 4931, 8000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 38. ഗാർവെയർ ടെക്നിക്കൽ ഫൈബർ എന്ന കമ്പനി 4:1 എന്ന റേഷ്യോയിലാണ് ബോണസ് പ്രഖ്യാപിച്ചത്. ഗാർവെയർ ടെക്നിക്കൽ ഫൈബർ എന്ന കമ്പനിയുടെ ഓരോ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും 4 ഷെയറുകൾ കമ്പനി ബോണസായി നൽകും. ബോണസിൻ്റെ റെക്കോർഡ് ഡേറ്റ് അപ്കമിംഗ്. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് എന്ന കമ്പനിയും 1:1 എന്ന റേഷ്യോയിൽ ബോണസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1.24% ഇടിഞ്ഞ് 385 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 52 വീക്കിലോ 306, 52 വീക്ക് ഹൈ 570, 27,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 14. കമ്പനിയുടെയും ബോണസിൻ്റെ റെക്കോർഡ് ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല. മറ്റൊരു സ്റ്റോക്ക് ബി എൻ രാതി സെക്യൂരിറ്റീസ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 194 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. കമ്പനി 1:2 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റും 1:1 എന്ന റേഷ്യോയിൽ ബോണസും പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ബോണസിൻ്റെയും സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെയും റെക്കോർഡ് ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല. എന്നിരുന്നാലും ഫെബ്രുവരി 3 മുൻപേ, അതായത് 2025 ഫെബ്രുവരി 3 മുൻപേ കമ്പനി കോർപ്പറേറ്റ് ആക്ഷൻ പൂർത്തീകരിച്ചേക്കും. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ ഓരോ ഷെയറുകളും 5 രൂപ ഫേസ് വാല്യൂ ഉള്ള 2 ഷെയറുകളായി സ്പ്ലിറ്റ് ആകുന്നു. അതോടൊപ്പം തന്നെ ഓരോ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും ഒരു ഷെയർ കമ്പനി ബോണസായി നൽകുന്നുമുണ്ട്. മറ്റൊരു സ്റ്റോക്ക് പദം കോട്ടൺ യാർഡ്സ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2% ഉയർന്ന് 329 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 127 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 24, 52 വീക്കായി 329, 52 വീക്കിലോ 32, 1:1 എന്ന റേഷ്യോയിലാണ് കമ്പനി ബോണസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പദം കോട്ടൺ യാർഡ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ബോണസ് റെക്കോർഡ് ഡേറ്റും അപ്കമിംഗ്. ശാരദ പ്രൈം പ്രോജക്ട്സ് ലിമിറ്റഡ് എന്ന കമ്പനിയും 1:1 എന്ന റേഷ്യോയിൽ ബോണസ് പ്രഖ്യാപിച്ചു. കമ്പനി റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. റെക്കോർഡ് ഡേറ്റ് അപ്കമിംഗ്. ഇവാൻസ് ഇലക്ട്രിക് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1.68% ഉയർന്ന് 425 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 503 രൂപ 52 വീക്ക് ഹൈ. ഇവാൻസ് ഇലക്ട്രിക് ലിമിറ്റഡ് 1:1 എന്ന റേഷ്യോയിൽ ബോണസ് പ്രഖ്യാപിച്ചിരുന്നു. ഡിസംബർ 26 ബോണസിൻ്റെ എക്സ് ഡേറ്റ്. നാളത്തെ ട്രേഡിംഗ് സെഷനിലും ഇവാൻസ് ഇലക്ട്രിക് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.